ആ ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുക, ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ അതെ ആ അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് പത്രക്കാരെടുത്ത് പറഞ്ഞാൽ മതി. തിരിഞ്ഞു പറഞ്ഞു ചേച്ചി, അതെല്ലാം ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുമ്പോൾ എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയുമില്ല. ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാണ് പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതെന്ത് ന്യായം? ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ. എന്നിട്ടത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറ. 1,80,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്, എനിക്ക് മാത്രം. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അതിൽ നിന്ന് മരുന്ന് മേടിക്കാനുള്ള കാശ് അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരും മറ്റുള്ളവരും പറയണത് ഞങ്ങൾക്ക് ആ കാശ് ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് തരാനായിട്ട് നിയമമില്ല. 5,000 രൂപ മാത്രമേ അവർ തരുള്ളൂ. അത് എത്ര നാൾ തന്നു തരണം? ഞാൻ അതിന് മുമ്പ് ചത്തുപോകില്ലേ? ആ കാശ് എനിക്കിത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത്രയും കാശ് എനിക്കുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പാർട്ടിക്കാരുടെ ചെന്ന് കത്ത് മേടിച്ച് കൊണ്ടുവന്ന് കോപ്പറേറ്റീവ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടെ ആ കത്തും മേടിച്ചിട്ട് ഈ